ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സിൻ്റെ പെരട്ടാണ്. നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ കറിയാണ്. ഇതിന് വേണ്ടത് ഞാനിവിടെ സോയാബീൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട്. അതിന് വേണ്ടി 3 സവാള, ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിൽ. ഇനി അടുത്തത് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന സോയ വെള്ളമൊക്കെ കളഞ്ഞ് എടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ശകല ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതെല്ലാം നല്ലവണ്ണം പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ സോയ ആയതുകൊണ്ട് അത് 2ആയിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ കൂട്ട് പിടിക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് 3 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യണം. നമ്മൾ ശകലം വെള്ളം ഒഴിച്ച് അത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് സോയ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സോയ ഇട്ടിട്ട് ആ കൂട്ടുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഗ്യാസ് കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇനി സോയ ചങ്ക്സ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ സോയാബീനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യുക. 2-3 വറ്റൽമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. അതിലേക്ക് ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതും കൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. ഇതിന് വഴണ്ട് വരുന്നതുവരെ നമുക്ക് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഏകദേശം ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി 1/2 ടീസ്പൂൺ
മസാലപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി ഈ പൊടികളെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. ഈ കൂട്ടൊക്കെ അതിൽ ശരിക്കും മിക്സ് ആവുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമ്മൾ ഏകദേശം ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സോയയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. ഇത് തീ ലോ ഫ്ലെയിമിലിട്ടിരിക്കുകയായിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇത് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ സോയാബീനൊക്കെ നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.